ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നേ. ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇടാൻ പറ്റാഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് നല്ല സുഖമില്ലാതിരിക്കുമായിരുന്നേ. തലവേദന എന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യാനൊന്നും നമുക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോണിൽ നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ, കൂട്ടുകാർക്ക് അറിയാമല്ലോ. തലവേദന വന്നതിന് ശേഷം എനിക്ക് തീരെ അങ്ങ് പറ്റുന്നില്ലായിരുന്നു. വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു, പക്ഷെ അതൊന്ന് എഡിറ്റ് ചെയ്ത് ഇടണമല്ലോ. അപ്പോൾ അത് കാരണം ഞാനത് അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു വീഡിയോ എടുത്തിട്ടേ. അപ്പോൾ ഇന്നലെയെങ്കിലും പിന്നെ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്തിടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാനത് വോയിസ് കൊടുത്ത് ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ വോയിസ് കൊടുത്ത്. അപ്പോൾ ദേ രാവിലെ നടക്കാൻ പോയിട്ടൊക്കെ വന്നിട്ടാണ് കേട്ടോ കടല വെള്ളത്തിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കുക്കറിലാക്കിയിട്ട് കഴുകി കുക്കറിലിട്ട് സവോള, പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം ഒക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറിലൊന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണേ. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇടിയപ്പത്തിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചായ ഇടാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കറിൽ നമ്മൾ കടല വെച്ചിരുന്നത് വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ കടലയും വെന്ത് കിട്ടിയപ്പം അത് കറിയും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ പ്രത്യേകിച്ച് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. തേങ്ങ അരച്ച് ചേർത്ത് തന്നെയാണ് കടലക്കറി ഉണ്ടാക്കിയത്. അങ്ങനെ രാവിലത്തെ കാപ്പൂടിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇന്നിപ്പം മീനൊന്നും കിട്ടിയിട്ടില്ല. ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ട് മുട്ട കറി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ താറാമുട്ട ഇരിപ്പുണ്ട്, നാടൻ മുട്ടയാണ്. അപ്പോൾ അത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അത് പുഴുങ്ങി അതൊന്ന് തോടെല്ലാം പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങ് സവാള ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് അരപ്പൊക്കെ ചേർത്തിട്ട് കറി ഉണ്ടാക്കണം. അപ്പോൾ തേങ്ങ വറുത്തരയ്ക്കുന്നില്ല, പച്ചയ്ക്ക് തന്നെ തേങ്ങ അരച്ചിട്ട് വറുത്തരയ്ക്കും പോലെ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കിയിട്ടിട്ടാണ് കേട്ടോ ഞാനിത് കറി വയ്ക്കുന്നത്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. മോൾക്ക് എക്സാം ഉണ്ടെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും നേരത്തെ പോകണം, ഹാൾ ടിക്കറ്റ് വാങ്ങേണ്ടതുകൊണ്ട് ഇന്ന് 12 മണിക്ക് മുന്നേ തന്നെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് കറി ആക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനത് കറി ഉണ്ടാക്കിക്കൊണ്ട്. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനതൊന്ന് അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടെ ഒന്ന് ഞാൻ ചൂടാക്കി എടുക്കാൻ പോയാണ്. അപ്പോൾ ചൂടാക്കിയിട്ട് അത് കഷ്ണത്തിലേക്ക് ഇട്ടിട്ടാണ് പിന്നെ അല്പം തേങ്ങ അരച്ചെടുത്തിട്ട് കുരുമുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളകും പെരിഞ്ചീരകവും കൂടെ തേങ്ങയുടെ കൂടെ അരച്ചിട്ടാണ് എന്നിട്ട് നമ്മൾ കറിയിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണമല്ലോ. അതിന് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പൊടികളൊക്കെ ഇട്ടിട്ട് പൊടികൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കരിഞ്ഞു പോകരുത്. മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടെ അതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ വറുത്തരച്ചതുപോലെ തന്നെ ഇരിക്കും, തേങ്ങ വറുത്ത് കറി വെക്കുന്ന പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ പൊടികളൊക്കെ അതിലേക്ക് ഇട്ട് ചേർത്തിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ എടുത്തു തരുന്നത് അനുക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് അനുവിനോടാണ്, ഒറ്റയ്ക്കല്ല. അനുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ട്രൈപ്പോഡൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അനു പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തു തരാമെന്ന്. അങ്ങനെ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ അനുക്കുട്ടിയാണ്. അതാണ് അനുക്കുട്ടീനെ ഇവിടെ അടുക്കളയിൽ കാണാത്തത്, അല്ലെങ്കിൽ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഈ കറിയിലേക്ക് അരപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ആ കറി നന്നായിട്ടും തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം. മുട്ടയും ഞാനിത് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് മുട്ട കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഗരം മസാലപ്പൊടി അല്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി വറുത്തരച്ച മുട്ടക്കറി പോലെ തന്നെയില്ലേ. അപ്പോൾ ഇന്നിപ്പോൾ കറി അതായിരുന്നു. പിന്നെ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇന്നത്തെ കറികളൊക്കെ ഇതൊക്കെയായിരുന്നു കേട്ടോ. ഇത് 2 ഐറ്റം ഉണ്ടായിരുന്നുള്ളൂ. അത് മതിയല്ല, വറുത്തരച്ച മുട്ടക്കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നും ഇല്ല. പിന്നെ ഒരു സൈഡായിട്ട് എടുത്തന്നേ ഉള്ളൂ. അങ്ങനെ പാത്രമെല്ലാം എടുത്ത് എല്ലാവരും ഒക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾക്ക് എക്സാമാണെന്ന് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ നേരത്തെ ഇന്ന് വിടണം. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 11 മണിയാകുമ്പോൾ തന്നെ ഇപ്പോൾ നല്ല വെയിലല്ലേ. അപ്പോൾ വെയിലത്ത് സൈക്കിൾ ചവിട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് അവൾ തലവേദനയും കൊണ്ടേ വരത്തുള്ളൂ. അത് കാരണം ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോയിലാണ് വിടുന്നത്. ഞാനും മോളൊക്കെ എന്ന് പറഞ്ഞെന്നെ തലവേദന ചെറിയൊരു വെയിൽ കൊണ്ടാൽ മതി, ഞങ്ങൾക്ക് നല്ല തലവേദന ഇരിക്കും. പിന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല സുഖമില്ലെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ ഡോക്ടറെ അടുത്തൊക്കെ പോയിട്ടൊക്കെ വന്നിട്ട് പിന്നുള്ള കാര്യം എന്ന് വെച്ചാൽ വൈകുന്നേരം ഇത് കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി നനച്ചെടുത്തതാണ്. കുത്തരിപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു, പുഞ്ചപ്പുട്ട് പൊടിയായിരുന്നു. അപ്പോൾ
കൊഴുക്കട്ട കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പൊടിയൊക്കെ നനച്ച് കുഴച്ചെടുത്തിട്ട് നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാറല്ലേ. അപ്പോൾ അതുപോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് ചെറിയ ഒരു പനിയുടെ ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു. പക്ഷേ തലവേദന അതിന് ശേഷമാണ് പിന്നെ തലവേദനയായിട്ട് തുടങ്ങിയത്. ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് തലവേദനയൊക്കെ തുടങ്ങിയത്. അന്ന് ചെറിയ ഒരു സ്റ്റാർട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിപ്പം സംസാരിക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല. ഫോണിൽ നോക്കിയിട്ട് എനിക്ക് നല്ല തലവേദന തോന്നുന്നുണ്ട്. ഇനി കുറച്ച് സമയം മ്യൂസിക് ഇടാൻ, കാര്യം എനിക്ക് തുടർച്ചയായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ലേ. പിന്നെ ഇത് വൈകുന്നേരം രാത്രിയിലേക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടേ കറിക്ക് ഉള്ളിത്തീയൽ വെക്കണമായിരുന്നു. അപ്പോൾ ഉള്ളിയെല്ലാം പൊളിച്ചരിഞ്ഞ് അനുക്കുട്ടി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേങ്ങ ഇനി വറുത്തരച്ച് നമുക്കിതൊന്ന് വറുത്തരച്ച് ഉള്ളിത്തീയൽ വെക്കാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പത്ത് ചീനച്ചട്ടിയിൽ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് ചൂട് മാറിക്കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അരച്ച് കറിയാക്കി എടുക്കണം. ഇരുമ്പ് ചീനച്ചട്ടിയിൽ തേങ്ങ വറുത്തെടുത്തുകൊണ്ടേ ഞാൻ പെട്ടെന്ന് അതൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്ത് കറിയിലേക്ക് ചേർക്കണം. പിന്നെ രാവിലെ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചരി വെള്ളത്തിലിടാൻ എടുത്താണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി തേങ്ങയും ഈസ്റ്റും പഞ്ചസാരയും ചോറും ഒക്കെ കൂടെ ഇട്ട് വെച്ചിട്ട് രാവിലെ അരച്ചിട്ടാണ് പാലപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിത്തീയൽ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു അല്പം ശർക്കര അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്, ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. കാര്യം വേറെ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റാ.